ഈ പുള്ളക്കുട്ടിക്കാരൻ എന്ന് പറയുന്ന സിനിമയുടെ ഡബ്ബിങ്ങിന് വേണ്ടി മദിരാശിയിലെത്തിയപ്പോൾ എൻ്റെ ഭാര്യയും മക്കളൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഡബ്ബിങ് തിയേറ്ററിൽ വെച്ച് പാർത്ഥിവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഭാര്യയെ പറ്റി മക്കളെ പറ്റി ഞാൻ പറഞ്ഞു അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ടുണ്ടോ? എന്നിട്ട് എന്താണ് പിന്നെ തിയേറ്ററിലേക്ക് വിളിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞു ഇല്ലല്ല, തിയേറ്ററിൽ ഡബ്ബ് ചെയ്യുന്ന സമയത്ത് അവരെയൊക്കെ കൊണ്ടുവന്ന് വെറുതെ വിഷമിപ്പിക്കണമായിരുന്നു. ശരി, എന്നാൽ പിന്നെ വൈകുന്നേരം വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ വീട്ടിലൊക്കെ പോയിട്ടുള്ള ഒരു സംഗതിയോട് നമുക്കൊരു മടിയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ വീട്ടിലേക്ക് അല്ല, അത് പറയരുതെന്നുകൊണ്ട് ഭയങ്കരമായ നിർബന്ധമാണ്. അദ്ദേഹം എൻ്റെ കൂടെ ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഹോട്ടൽ മുറിയിലേക്ക് വരികയും എന്നിട്ട് ഇവരെയൊക്കെ ക്ഷണിക്കുകയും ഒരു രക്ഷയില്ലാതെ ഞാനും ഭാര്യയും മക്കളും കൂടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും ചെയ്തു. വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യ സീത ധാരാളം സിനിമകളിൽ നായികയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണല്ലോ, നിങ്ങൾക്കറിയാം. മക്കൾ, അവരുടെ സ്വീകരണം, പെരുമാറ്റം, സ്നേഹം എന്നൊക്കെ പറയുന്നത് അതിനെ പറ്റിയിട്ടൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പോട്ടെ. അവിടുന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് അദ്ദേഹത്തിൻ്റെ കാറിൽ, അദ്ദേഹം ആരും വന്നില്ല, ഡ്രൈവറുടെ കൂടെ കാറിൽ കയറ്റി ഞങ്ങളെ ഹോട്ടലിൽ, വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്ക് വിട്ടു. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഡ്രൈവറോട് യാത്ര വെച്ച് മുന്നോട്ട് നടന്നു. ഡ്രൈവർ പറഞ്ഞു, സാർ ഒരു നിമിഷം, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ്? ഇല്ല ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശരി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ മുമ്പോട്ട് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഇയാൾ പിന്നാലെ വരികയാണ്. ഒരു തളികയൊക്കെ ഉണ്ട് കയ്യിൽ ഈ ഡ്രൈവറുടെ. അങ്ങനെ എനിക്കൊന്നും മനസ്സിലായില്ല, അതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം മുറിക്കകത്തേക്ക് കയറി വന്നു. ഞാൻ ചോദിച്ചു എന്താ ഇതെന്ന് ചോദിച്ചു. അല്ല, ഇത് സാറ് പിന്നെ തന്നയച്ചതാണ്. ഞാൻ പറഞ്ഞു എന്താണ്? അല്ല അത് ഒന്നുമില്ല, ഇത് ഇവിടെ ഇരുന്നോട്ടെ, സാറ് തരാൻ പറഞ്ഞാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ല ഇതെന്താ. അപ്പോൾ ഞാനിതിങ്ങനെ മാറ്റി നോക്കിയപ്പം ഒരു പട്ട് സാരി, പിന്നെ കുട്ടികൾക്ക് വാച്ചുകൾ, അവർക്ക് ഉടുപ്പുകൾ, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ. എനിക്ക് വല്ലാത്തൊരു അതിശയം തോന്നി. ഈ തമിഴ് ആളുകൾക്ക് ഇങ്ങനെ വീട്ടിൽ വരുന്ന അതിഥികളെ തിരിച്ച് ഇങ്ങനെ വിടുമ്പോൾ അവർക്ക് കുറേ സമ്മാനങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അത് തീർച്ചയായിട്ടും കാശ് മുടക്കുള്ളതും ഒരു നല്ല മനോഭാവമാണ്. വീട്ടിൽ വരുന്ന അതിഥികളെ അങ്ങനെയൊക്കെ ഡീൽ ചെയ്യുക, അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എനിക്ക് ആ സാധനം കിട്ടിയതുകൊണ്ട് പറയുന്നതല്ല. അത് തമിഴരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മര്യാദകളിലും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഈ പുള്ളക്കുട്ടിക്കാരൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചാണ് പിൽക്കാലത്ത് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച സംഗീതയെ ഞാൻ ആദ്യമായി കാണുന്നത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സംഗീതയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെയൊന്നും ഉണ്ടായില്ല. സംഗീതയെ ആ സിനിമയിൽ ശ്യാമളയുടെ കഥയൊക്കെ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും സംഗീതയെ ആ റോളിന് വേണ്ടി ഞാൻ ആലോചിച്ചിരുന്നതല്ല. യഥാർത്ഥത്തിൽ പാർത്ഥിവൻ്റെ ഭാര്യ സീത, അപ്പോൾ അവർ അഭിനയിക്കുന്നൊന്നുമില്ലായിരുന്നു. അവരെ കൊണ്ട് ആ റോള് ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ സത്യത്തിൽ ആലോചിച്ചിരുന്നത്.